അധിക മലയാളത്തിൽ ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച് ഒന്നിനൊന്നിന് മലയാളി പ്രേക്ഷകർ ഫാദിക്ക എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്ന സമയത്ത് തമിഴിൽ പോയി വേറെ ലെവൽ ഓഫ് കഥാപാത്രം വില്ലനായിട്ടാണെങ്കിലും ശരി, പുഷ്പയിലെ കഥാപാത്രമായാലും ശരി, ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ചു. അപ്പോൾ മലയാളത്തിൽ അതേപോലത്തെ ഒരു മാസ് വില്ലൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടോ, അതോ ഇപ്പോൾ പോകുന്ന പോലത്തെ ട്രാക്കിൽ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇല്ല, അങ്ങനെ ഒരു സിനിമ ഒത്തു വന്നാൽ ചെയ്യും. ചർച്ചകളുണ്ട്. വേറൊരു നടൻ ഹീറോ മലയാളിക്ക് ഒരു സെറ്റിൽമെന്റ് ഉള്ളൂ. ഒരാൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൽ തന്നെ നെയ്യുമ്പോൾ അത് സെറ്റ് ആവുമോ, ചേരുന്നുണ്ടോ? അങ്ങനെ എപ്പോഴും ഒരു പെട്ടെന്നൊരു ബ്രേക്ക് ഉണ്ടാക്കാനോ ഒരു അന്യഭാഷയിൽ ചെയ്ത് കാണുമ്പോൾ വാവും എന്ന് തോന്നുന്നു. സ്വന്തം ഭാഷയിൽ ചെയ്യുമ്പോഴേക്കും അത് ചേരുമായിരുന്നോ, പുള്ളിക്കാരൻ ഈ സോണല്ലേ സേഫ് ആയിട്ടുള്ളത് എന്നൊരു എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞാലേ ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും. കഥകൾ എന്തെങ്കിലും വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇല്ല, അതിന് എക്സൈറ്റ്മെന്റ് ഈ ടാലന്റ് കൊളാബറേഷൻ തന്നെയാണ്. ഇപ്പം വിക്രത്തില് മാമനില് വടിവേൽ സാറിന്റെ വില്ലനായിട്ട് അഭിനയിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമായിരുന്നു. പുഷ്പയിൽ ബണ്ടിയുടെ കൂടെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. ആസ് എ സിനിമ അത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്തൊക്കെ നിൽക്കുന്നത്. ഇതിലൊന്നും ഒരു പ്ലാൻ ഒന്നുമില്ല. ഇപ്പം ഞാൻ തമിഴിൽ ചെയ്യുന്ന വടിവേൽ സാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ്. രജനി സാറായിട്ടുള്ള പടം ഹ്യൂമറാണ്. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. എല്ലാം സേഫ് അല്ല. എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നതല്ല. നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ തരുന്ന എനർജിയും കോൺഫിഡൻസും ആണ്. എനിക്കൊന്നത് ചെറിയ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴിൽ സിനിമകൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത്. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എന്താ പറയുക, ഒരു നേരത്തെ പറഞ്ഞ പോലെ ടാലന്റ് കൊളാബറേഷൻ ആയിട്ട് തന്നെ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമ എന്തെങ്കിലും മാറ്റാനൊന്നുമല്ലല്ലോ പോകുന്നത്. നമ്മളവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പം കമൽ സാറായിട്ടുള്ള റിലേഷൻ, രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എൻ്റെ പേര് ഫാസിൽ എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരാൾ. എൻ്റെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ടീച്ചറിൻ്റെ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഫാസിൽ എന്നെ ചോദ്യം ചെയ്യുക. അപ്പോൾ അത് ഉമ്മയോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്നത്. ഇപ്പം ടീച്ചറിൻ്റെ ചില കട്ടുകളിൽ ഈ രാജമണിക്കത്തിന് ചെറിയൊരു റെഫറൻസ് പോലെ കാണിക്കുന്നൊക്കെ സ്പെക്കാലും സ്ലാങ്ങിൻ്റെ ചെറിയൊരു ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ രംഗനെ ബിൽഡ് ചെയ്യാൻ നേരത്ത് അൻവർക്കാട് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, രംഗ ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ രംഗ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ജിത്തു ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്. എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളയും ഇട്ട് ഗോൾഡൊക്കെ ഇടുന്നൊരു ആൾ തന്നെയായിരുന്നു. പിന്നെ ഈ മീശയും ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ പിന്നെ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ അതൊക്കെ ഡിസ്കസ് ചെയ്ത് ഡ്രൈവ് ചെയ്തതാണ്. അല്ലാതെ വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതാണ്. മമ്മൂക്ക വെച്ച് മഹേഷ് ചെയ്യുന്ന പടത്തിൽ ഞാനിങ്ങനെ ലീഡാകുന്നത്. ഇല്ലില്ല, അത് മമ്മൂക്ക മഹേഷ് ചിത്രമാണ്.